പറഞ്ഞു. ബ്രേക്കിൽ നിന്ന് കാൽ ലൂസ് ചെയ്യുമ്പോൾ ടയറിൻ്റെ അവസ്ഥ എന്താണ്? ടയർ ഫ്രീ ആയില്ലേ? അപ്പം ഒരു ബോൾ നമ്മൾ കയറ്റത്ത് വെച്ചിരിക്കുന്ന ഒരു ബോള് കൈ വെച്ചിരുന്നാൽ അങ്ങനെ നിൽക്കും. കൈ എടുത്തു കഴിഞ്ഞാലോ ഉരുണ്ട് ബാക്കിലോട്ട് പോകും. അപ്പോൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കാമോ? ഇല്ല. അപ്പോൾ ബ്രേക്കിൽ കാല് എപ്പോഴും നമ്മൾ കാല് വേണം. നമ്മൾ എങ്ങനെയാണ് വണ്ടി മൂവ് ചെയ്യുന്നത്? ക്ലച്ച് ചെയ്ത് കളിച്ചാൽ മാത്രം മതിയോ? ഫസ്റ്റ് ഗിയർ ഇടണ്ടേ? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ക്ലച്ചും ബ്രേക്കും അമർത്തിയിട്ട് ഫസ്റ്റ് ഗിയർ ആക്കുന്നു. ഫസ്റ്റ് ഗിയർ ആക്കിയിട്ട് മാം പറഞ്ഞത് ആദ്യം ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറ്റുന്നത്? പിറകിലോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആലോചിക്കുക, 2 സെക്കൻഡ് ആലോചിക്കുക എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്ലച്ച് ചെയ്ത് പതിയെ കാലെടുക്കും. കാലെടുത്ത് ഒരു പകുതി എത്തുമ്പോൾ ചെറിയൊരു ഷോറിങ് ഫീൽ ചെയ്യും നമ്മളെ കാലിനും ബോഡി വണ്ടിക്കും വരും. ആ സമയത്ത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ? ബ്രേക്കിൽ നിന്ന് ലൂസ് ചെയ്യാവൂ. അല്ലെങ്കിൽ ആ സമയത്ത് ഹാൻഡ് ബ്രേക്ക് ഇടാം. മൂവായി വരുന്ന സമയത്ത് നമുക്ക് ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യാം. നമ്മൾ അതിനെ യൂസ് ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. ഇതാണ് എപ്പോഴും നല്ലത്. നമുക്ക് നല്ല കുത്ത് കയറ്റമൊക്കെ ആണെങ്കിൽ മാത്രമേ ഹാൻഡ് ബ്രേക്കിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അതെല്ലാ സമയങ്ങളിൽ ഫസ്റ്റ് ഗിയർ ഇടുന്നു, ഹാഫ് ക്ലച്ച് കുറച്ച് എടുക്കുന്ന സമയത്ത് ടയറും എഞ്ചിനും തമ്മിൽ കണക്റ്റ് ആവുന്ന ഒരു സമയം വരും. അപ്പോഴും മാത്രമേ എന്ത് ചെയ്യാവൂ? ബ്രേക്ക് ചെയ്ത കാല് ലൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിനു മുമ്പേ ലൂസ് ചെയ്താൽ, അതായത് എഞ്ചിനും ടയറുമായിട്ട് കണക്ഷൻ വരുത്തുന്നത് ആരാണ്? കണക്ട് ചെയ്യുന്ന ആരാണ്? എഞ്ചിനെയും ടയറിനെയും, അല്ല എഞ്ചിനെയും ഗിയർ ബോക്സിനെയും കണക്ട് ചെയ്യുന്നത്, ഡിസ്കണക്ട് ചെയ്യുന്നത് ക്ലച്ചാണ്. ക്ലച്ച് എന്ന ഉപകരണമാണ് എഞ്ചിനെയും ടയറിനും തമ്മിൽ കണക്ട് ചെയ്യുകയും ഡിസ്കണക്ട് ചെയ്യുന്നത്, ഇല്ലേ? ക്ലച്ച് അമർത്തുമ്പോൾ എന്ത് സംഭവിക്കും? കേട്ടില്ല മോനെ? ഡിസ്കണക്റ്റ് ആവും. അപ്പോൾ കണക്ട് ചെയ്യുന്ന എപ്പോഴാണ്? ക്ലച്ച് ചെയ്ത് പതിയെ കാലെടുക്കുമ്പോഴത്തേക്കും എഞ്ചിനും ടയറുമായിട്ട് കണക്ഷൻ ആകുമ്പോഴാണ് ടയറുകൾ മുമ്പിലോട്ട് കറങ്ങുന്നത്. ആ കറങ്ങാൻ പോകുന്ന ആ സമയത്ത് മാത്രമേ നമ്മൾ എന്ത് കാലെടുക്കാവൂ? ബ്രേക്കിൽ നിന്ന് കാലെടുക്കാവൂ. അപ്പം ഈ 50-50 എന്നുള്ള പൊസിഷനാണ്. ടയർ കറങ്ങില്ല, ബ്രേക്കിൽ നിന്ന് കാലെടുത്താലും കറങ്ങില്ല. 51% നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ ടയർ ഒരു പ്രാവശ്യം കറങ്ങും. ആ സമയത്തിന് മുമ്പാണ് നമ്മൾ എന്ത് ചെയ്യാൻ കൊടുക്കേണ്ടത്? ആക്സിലേഷൻ കൊടുക്കേണ്ടത്. ആക്സിലേഷൻ കൊടുത്ത് എബോവ് 15 km/h ആയതിനു ശേഷം മാത്രമേ സെക്കൻഡ് ആക്കാവൂ. അല്ലെങ്കിൽ 20 കുറച്ച് ഇരച്ച് കയറിയതിനു ശേഷം മാത്രമേ സെക്കൻഡ് ആവും. സെക്കൻഡ് ആക്കിയതിനു ശേഷം ഉടനെ തന്നെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക. നിങ്ങൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കാൻ വേണ്ടി ലേറ്റ് ആയി കഴിഞ്ഞാൽ കയറ്റം കയറിക്കുന്നുണ്ട് വീണ്ടും എന്ത് പറ്റും? സ്പീഡ് കൂടോ കുറയോ?